ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നോട്ട്സും ആക്ടിവിറ്റീസും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. അതുപോലെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. യൂണിറ്റ് 3 ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി. എന്താണ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ? വൈദ്യുതി അല്ലേ, വൈദ്യുതി അല്ലെങ്കിൽ കറണ്ട്. അപ്പോൾ വൈദ്യുതിയുടെ ലോകം അല്ലെങ്കിൽ കറണ്ടിൻ്റെ ലോകം എന്നുള്ളതാണ് ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു ഗ്രാൻഡ് പേയും അതിൻ്റെ ഗ്രാൻഡ് സണ്ണും കൂടിയുള്ള ഒരു ചെറിയൊരു കോൺവെർസേഷൻ, ഒരു ഡയലോഗ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. ഗ്രാൻഡ് പ പറയാണ്, ഓ ദ പവർ ഈസ് ഓഫ്, കാൺ സീ എനിത്തിങ്. എന്താണ്? അയ്യോ പവർ പോയി, കറണ്ട് പോയി, എനിക്കൊന്നും കാണാനില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടി എന്താ പറയുന്നത്? ദർ ഈസ് ആൻ എമർജൻസി ലാമ്പ്, ജസ്റ്റ് സ്വിച്ച് ഇറ്റ് ഓൺ ഗ്രാൻഡ് പാ. എന്താണ്? ഇവിടെ എമർജൻസി ലാമ്പ് ഉണ്ടല്ലോ, അതൊന്ന് ഓൺ ചെയ്താൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. എബോ ഈസ് എ സീൻ ഫ്രം ഹോം. എന്താണ്? വീട്ടിലെ ഒരു സന്ദർഭമാണ്, ഒരു സീനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഹാവിൻ വി എക്സ്പീരിയൻസ്ഡ് സിമിലർ സിറ്റുവേഷൻസ് അറ്റ് അവർ ഓൺ ഹോം ആസ് വെൽ. എന്താണ്? നമ്മുടെ വീട്ടിലും ഇതുപോലെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറില്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഉണ്ടല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ കറണ്ട് പോകുമ്പോൾ നമ്മൾ ഈ ഡയലോഗൊക്കെ പറയാറുണ്ട്. വാട്ട് ഡു വി യൂഷ്വലി ഡു ടു ഗെറ്റ് ലൈറ്റ് വെൻ ദർ ഈസ് എ പവർ ഫെയിലിയർ. പവർ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അഥവാ കറണ്ട് പോകുമ്പോൾ, കറണ്ട് ഇല്ലാതാകുമ്പോൾ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലും എന്താണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്, അല്ലെങ്കിൽ സാധാരണ വീടുകളിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്? കാൻഡിൽസ് ആർ യൂസ്ഡ്. കാൻഡിൽസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ, മെഴുകുതിരി ഉപയോഗിക്കാറുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ചെയ്യാറ്? എമർജൻസി ലാമ്പ് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ ഇൻവെർട്ടറും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അവിടെ എമർജൻസി ലാമ്പ്, ഇൻവെർട്ടർ, ഇത് രണ്ടുമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഹാവൻറ്റ് യു റിയലൈസ്ഡ് ദാറ്റ് പീപ്പിൾ ടേക്ക് ഡിഫറെൻറ്റ് മെഷേഴ്സ് വെൻ ദർ ഈസ് പവർ ഫെയിലിയർ. എന്താണ്? വൈദ്യുതി ഇല്ലാതാവുമ്പോൾ പലരും പല സംവിധാനങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അത്തരം യൂസിങ് ആൻ എമർജൻസി ലാമ്പ് ഈസ് വൺ ഓഫ് എമംഗ് ദം. അതിൽ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എമർജൻസി ലാമ്പാണ്. ഡു യു ഹാവ് എൻ എമർജൻസി ലാമ്പ് അറ്റ് യുവർ ഹോം? നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ എമർജൻസി ലാമ്പ് ഉണ്ടോ? ഷാൽ വി മേക്ക് വൺ? നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിയാലോ എന്നാണ് പറയുന്നത്. ഇനി മേക്ക് ആൻ എമർജൻസി ലാമ്പ്. വാവ്, വാട്ട് എ ഗുഡ് ഐഡിയ. എന്താണ്? എമർജൻസി ലാമ്പ് ഉണ്ടാക്കുകയോ, അത് നല്ല ഐഡിയ ആണല്ലോ എന്നാണ് പറയുന്നത്. വാട്ട് തിങ്ക് ആർ നീഡ് ടു മേക്ക് ആൻ എമർജൻസി ലാമ്പ്. എങ്ങനെയാണ് നമ്മൾ എമർജൻസി ഒരു ലാമ്പ് ഉണ്ടാക്കുന്നത്? എന്തൊക്കെയാണ് നമ്മൾ എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറ്? എന്തൊക്കെ ഉപയോഗിക്കാം? നമുക്ക് LED ഉപയോഗിക്കാം, ബാറ്ററി, വയേഴ്സ്, സ്വിച്ചസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉപയോഗിച്ച് ഒരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കാവുന്നതാണ്. ഹൗ ടു കൺസ്ട്രക്ട്. വാട്ട് ദ തിങ്സ് നീഡ് ടു മേക്ക് ആൻ എമർജൻസി ലാമ്പ്. എങ്ങനെയാണ് നമ്മൾ ഒരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കേണ്ടത്? അതിന് എന്തെല്ലാം സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്? റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഇൻഡിക്കേറ്റേഴ്സ്. താഴെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഹൗ വി വിൽ ഗെറ്റ് ദ ഇലക്ട്രിസിറ്റി ടു മേക്ക് ആൻ എമർജൻസി ലാമ്പ് വർക്ക്. ഒരു എമർജൻസി ലാമ്പ് വർക്ക് ആവണമെങ്കിൽ നമുക്ക് എന്താണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കിട്ടുക? അതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബാറ്ററി ഉപയോഗിക്കാം അല്ലേ. ദെൻ ഡോണ്ട് വി നീഡ് എ ബൾബ് ടു ഗെറ്റ് ലൈറ്റ്. വെളിച്ചം ലഭിക്കാൻ ബൾബ് തന്നെ ആവശ്യമായിട്ടുണ്ടോ? ആവശ്യമില്ല, നമുക്ക് LED ഉപയോഗിക്കാവുന്നതാണ്. ദെൻ ഹൗ വി വിൽ കണക്ട് ഈച്ച് പാർട്ട്. എങ്ങനെയാണ് ഓരോ പാർട്ടും നമ്മൾ കണക്ട് ചെയ്യുക? വിത്ത് വയേഴ്സ് അല്ലേ, വയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ പാർട്ടും കണക്ട് ചെയ്യാവുന്നതാണ്. ഹൗ വിൽ മേക്ക് എ സ്റ്റാൻഡ്. എങ്ങനെയാണ് നമുക്കിത് സ്റ്റാൻഡ് ചെയ്യുക? അതിന് നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് മനസ്സിലായി. ഒന്ന് LED വേണം, ബാറ്ററി വേണം, വയേഴ്സ് വേണം, സ്വിച്ച് വേണം, പിന്നെ അതിനൊരു ഫ്രെയിമും കൂടെ വേണം. യു മേ ഹാവ് സച്ച് ക്വസ്റ്റ്യൻസ്, ഡിസ്കസ് യുവർ ഐഡിയ ഇൻ ദ ഗ്രൂപ്പ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ്. നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇതിനാവശ്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അവൈലബിലിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇലക്ട്രിസിറ്റിയുടെ അവൈലബിലിറ്റി, ലഭ്യതയാണ് നോക്കാൻ പോകുന്നത്. യു നോ ദാറ്റ് ഇലക്ട്രിസിറ്റി ഈസ് എ ഫോം ഓഫ് എനർജി. എന്താണ്? ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജിയാണ്.
It is a form of energy that can be easily converted into many other forms. എന്താണ്, മറ്റ് എനർജിയെ പോലെയല്ല ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് മറ്റ് ഊർജ്ജ രൂപമാക്കി മാറ്റാൻ ഈ ഇലക്ട്രിസിറ്റിക്ക് സാധിക്കും. അഥവാ ഇലക്ട്രിസിറ്റിയെ നമുക്ക് മറ്റുള്ള താപോർജ്ജമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഊർജ്ജങ്ങളായിട്ട് മാറ്റാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ലെറ്റ്സ് ചെക്ക് സം ഫാക്ട്സ് റിലേറ്റഡ് ടു ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിയുടെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. വേർ ഡു വി ഗെറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം? നമുക്ക് എവിടെ നിന്നാണ് ഇലക്ട്രിസിറ്റി ലഭിക്കുന്നത്? പിക്ചേഴ്സ് ഓഫ് സം ഡിവൈസസ് ആർ ഗിവൺ ബിലോ, ഒബ്സർവ് ദം. താഴെ നമുക്ക് ഒരുപാട് ഡിവൈസ് തന്നിട്ടുണ്ട്, അതൊന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വേർ ഡസ് ഈച്ച് ഓഫ് ദീസ് ഡിവൈസസ് ഗെറ്റ് ഇറ്റ്സ് ഇലക്ട്രിസിറ്റി ഫ്രം? ഇതിലെ ഓരോ ഡിവൈസിലെയും ഇലക്ട്രിസിറ്റി എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഒന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കൂട്ടുകാർ നമുക്ക് തന്നിട്ടുള്ളത് എന്ന് നമുക്ക് ആദ്യം നോക്കണം അല്ലേ. എന്തൊക്കെയാണ്? ഒന്ന് റിമോട്ടാണ്, 2 ക്ലോക്കാണ്, 3 മൊബൈൽ ഫോണാണ്, 2 എമർജൻസി ലാമ്പാണ്, പിന്നെ അയൺ ബോക്സ് ആണ് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് സം ഡിവൈസസ് ദാറ്റ് സപ്ലൈ ഇലക്ട്രിസിറ്റി. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇലക്ട്രിസിറ്റി തരുന്ന ഓരോ സംവിധാനങ്ങളുടെ ഡിവൈസസിൻ്റെ ഫോട്ടോസാണ് കൊടുത്തിട്ടുള്ളത്. വി യൂസ് ദം ഓൺ ഡിഫറെൻറ്റ് ഒക്കേഷൻസ് ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ ഓരോ ഒക്കേഷൻസിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. ദെൻ ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് ദം. നമുക്കിതിനെക്കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇപ്പോൾ ഇതൊക്കെ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇതിലൂടെയാണ് നമുക്ക് ഓരോ കാര്യങ്ങളിലേക്കും ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ താഴെ തന്നിട്ടുണ്ട് എന്താണ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന്. അപ്പോൾ അതൊന്നും നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് സോഴ്സ് എന്ന്. ഇവിടെ തന്നിട്ടുള്ളത് യു നോ ദാറ്റ് ഇലക്ട്രിക് സെൽസ്, ജനറേറ്റേഴ്സ്, സോളാർ സെൽസ് എക്സെട്ര ആർ ദ ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി. എന്താണ് ഇലക്ട്രിസിറ്റി തരുന്നത്? ഒന്നുകിൽ ഇലക്ട്രിക് സെൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ജനറേറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സോളാർ സെൽസ് ആയിരിക്കും. ഇതിൽ നിന്നൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. ദെൻ ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ആർ ടേംഡ് ആസ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ യു ഹാവ് ലേൺ ദാറ്റ് ഇലക്ട്രിക് സെൽസ് ആർ ഡിവൈസസ് ദാറ്റ് ക്യാൻ കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് സെല്ല് വഴി നമുക്ക് അതൊരു സോഴ്സ് ഓഫ് എനർജിയാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത്? അവിടെ കെമിക്കൽ എനർജി നമ്മുടെ മാറ്റിയിട്ട് അതിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ കെമിക്കൽ എനർജി കൺവേർട്ട് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജിയാണ് അവിടെ സംഭവിക്കുന്നത്. ഇലക്ട്രിക്കൽ എനർജി ഈസ് സ്റ്റോർഡ് ആസ് കെമിക്കൽ എനർജി ഇൻ ദം. ദിസ് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി വെൻ വി യൂസ് ദം. നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? കെമിക്കൽ എനർജി അവിടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത് നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്താണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ സെൽ ആൻഡ് ബാറ്ററി എന്നുള്ളതാണ്. ഹാവ് യു ഹേർഡ് ഓഫ് സെൽ ആൻഡ് ബാറ്ററി? നിങ്ങൾ സെല്ലും ബാറ്ററിയും കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. സെൽ എന്താണ്, ബാറ്ററി എന്താണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷേ അത് കേട്ടിട്ടുള്ളതാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൽസ് ആൻഡ് ബാറ്ററീസ്? എന്താണ് സെല്ലും ബാറ്ററിയും തമ്മിലുള്ള ഡിഫറൻസ്? ഇവിടെ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫിഗർ നമ്പർ 1, 2 ഫിഗർ നമ്പർ 2. ഓക്കെ, 2 പിക്ചേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിലെ ഫിഗർ നമ്പർ 1 എന്ന് പറയുന്നത് സെല്ലാണ്, ഫിഗർ നമ്പർ 2 എന്ന് പറയുന്നത് ബാറ്ററിയാണ്. ഓക്കെ. ദെൻ എ ബാറ്ററി ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് മെയ്ഡ് ബൈ കണക്റ്റിംഗ് മോർ ദാൻ 1 സെൽ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. ഒരു സിംഗിൾ യൂണിറ്റിൽ ഒന്നിലധികം സെല്ലുകളെ കണക്ട് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ബാറ്ററി ആയിട്ട് മാറുന്നത്. അഥവാ സെൽ എന്ന് പറയുന്നത് സിംഗിൾ ആയിരിക്കും, ബാറ്ററി എന്ന് പറയുന്നത് സിംഗിൾ ആയിരിക്കില്ല. അവിടെ ഒന്നിലധികം സെല്ലുകൾ കൂടി ചേരുമ്പോൾ മാത്രമേ ഒരു ബാറ്ററി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒബ്സർവ് ദ പിക്ചേഴ്സ് ABC in which the cells are connected in 3 different ways. എന്താണ് ഇവിടെ പിക്ചറിൽ കാണുന്നത്? ഇവിടെ പിക്ചർ ABC എന്ന പിക്ചറിൽ കാണുന്നുണ്ട്. അവിടെ എന്താണ് ഒന്നിലധികം
സെൽസിനെ കണക്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഡു ഓൾ ദം റെപ്രസെൻറ്റ് ദ റൈറ്റ് വേ ഫോർ മേക്കിംഗ് എ ബാറ്ററി. ഇത് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് എമംഗ് ദം ഈസ് റോങ്, വിച്ച് വൺ ഈസ് വിൽ ഗീവ് മോർ ഇലക്ട്രിസിറ്റി. ഏതിൽ നിന്നാണ് കൂടുതൽ ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടുന്നത്, ഏതിൽ നിന്നാണ് തീരെ ഇലക്ട്രിസിറ്റി കിട്ടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം ബാറ്ററി നെഗറ്റീവ് ടു നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഏതാണ് റോങ് ആയിട്ടുള്ളത്? ഇവിടെ ബി ആണ് റോങ് ആയിട്ടുള്ളത്. കാരണം അവിടെ പോസിറ്റീവ് ഒരുമിച്ചാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്, റോങ് ആണ്. പിന്നെ ഏതാണ് മോർ ഇലക്ട്രിസിറ്റി തരുന്നത്? സി എന്നുള്ളതാണ് മോർ ഇലക്ട്രിസിറ്റി തരുന്നത്. അവിടെ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയാണ് നമ്മളിതിന് കണക്ഷൻ കൊടുക്കേണ്ടത്. അങ്ങനെ സെല്ല് കണക്ട് ചെയ്താൽ മാത്രമേ അവിടെ കൂടുതൽ ഇലക്ട്രിസിറ്റി നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, റോങ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ദെൻ ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ഫ്രം വിച്ച് സോഴ്സ് ഡു ദീസ് ടു ഡിവൈസസ് ഗെറ്റ് ഇലക്ട്രിസിറ്റി? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ദീസ് ഡിവൈസസ്? ഇവിടെ രണ്ട് ഡിവൈസ് വന്നിട്ടുണ്ട്. ഇതിൽ രണ്ടിലും ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് സെയിം ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെയിം അല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ക്ലോക്കിൽ ഉപയോഗിക്കുന്നത്, രണ്ടിലും ഉപയോഗിക്കുന്നത് ബാറ്ററി തന്നെയാണ്. പക്ഷേ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ക്ലോക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വീണ്ടും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. എ സെൽ ഇൻ എ ക്ലോക്ക് കനോട്ട് ബി യൂസ്ഡ് അഗെയിൻ വെൻ ഇറ്റ്സ് ചാർജ് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ്. ബട്ട് ദ ബാറ്ററി ഇൻ മൊബൈൽ ഫോൺസ് ക്യാൻ ബി റീചാർജ്ഡ് ആൻഡ് യൂസ്ഡ് അഗെയിൻ. എന്താണ്? മൊബൈൽ ഫോണിൽ നമുക്ക് വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റും, പക്ഷേ ക്ലോക്കിൽ നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സെൽസ് റീചാർജബിൾ ആൻഡ് നോൺ റീചാർജബിൾ എന്നുള്ളതാണ്. വാട്ട് യു ഡു ഇഫ് ദ സെൽ ഇൻ എ ക്ലോക്ക് ഈസ് നോട്ട് വർക്കിംഗ്? ക്ലോക്കിലെ സെല്ല് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളത് പുതിയതൊരെണ്ണം വാങ്ങിച്ചിടുക അല്ലേ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. ദെൻ വാട്ട് ഇഫ് യുവർ മൊബൈൽ ഫോൺ റൺസ് ഔട്ട് ഓഫ് ചാർജ്? മൊബൈൽ ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളത് വീണ്ടും ചാർജ് ചെയ്യാൻ വെക്കും. എ സെൽ ഇൻ എ ക്ലോക്ക് കനോട്ട് ബി യൂസ്ഡ് അഗെയിൻ വെൻ ഇറ്റ്സ് ചാർജ് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ്. അപ്പോൾ എന്താണ്? ഈ ക്ലോക്കിലെ ചാർജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദ ബാറ്ററീസ് മൊബൈൽ ഫോൺ ക്യാൻ ബി റീചാർജ് ആൻഡ് യൂസ്ഡ് അഗെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. യു മേ ബി യൂസിങ് റീചാർജബിൾ ആൻഡ് നോൺ റീചാർജബിൾ സെൽസ് ഇൻ ഡിഫറെൻറ്റ് ഡിവൈസസ് അറ്റ് ഹോം. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ റീചാർജ് ചെയ്യാവുന്നതും നോൺ റീചാർജ് ചെയ്യാവുന്നതുമായ ഒരുപാട് ഡിവൈസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതൊന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റീചാർജബിൾ സെൽസ് ഏതൊക്കെയാണ്? മൊബൈൽ ഫോണ്, എമർജൻസി ലാമ്പ്, ലാപ്ടോപ്പ്, പവർ ബാങ്ക്, ക്യാമറാസ്, സ്മാർട്ട് വാച്ചസ്, ഇതൊക്കെ നമുക്ക് വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റും. ഇനി നോൺ റീചാർജബിൾ ഏതാണ്? ഫ്ലാഷ് ലൈറ്റ്സ്, ടോയ്സ്, അലാം ക്ലോക്സ്, റിമോട്ട് കൺട്രോൾസ്, വാച്ചസ്, ഇതൊന്നും നമുക്ക് വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റില്ല. വാച്ചസ് എന്ന് പറഞ്ഞാൽ നോർമൽ വാച്ച് കേട്ടോ. സ്മാർട്ട് വാച്ച് ചെയ്യാൻ പറ്റും, നോർമൽ വാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് നിങ്ങളവിടെ രണ്ടും ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയുടെ ബ്രീഫ് ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, ലൈറ്റനിങ് എ ബൾബ് വിത്ത് എ ബാറ്ററി. എന്താണ്? ബാറ്ററിയിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റുകളെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് പറയാൻ പോകുന്നത്. ബാറ്ററി ഉപയോഗിച്ച് ബൾബ് നമുക്ക് എങ്ങനെ ലൈറ്റ് ചെയ്യാൻ പറ്റും? യൂഷ്വലി വി ഡിപ്പെൻഡ് ഓൺ ഇലക്ട്രിക് ബൾബ് ഫോർ ഗെറ്റിംഗ് ലൈറ്റ്. എന്താണ്? ഇലക്ട്രിക് ബൾബ് നമുക്ക് ഉപയോഗിക്കുന്നത് എന്താണ്? നമുക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബൾബ് ആർ ഇൻ യൂസ്. നമ്മൾ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പുള്ള ബൾബുകൾ യൂസ് ചെയ്യാറുണ്ട്. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്. വാട്ട് കൈൻഡ് ഓഫ് ബൾബ് ആർ യൂസ്ഡ് ഇൻ എമർജൻസി ലാമ്പ്? എമർജൻസി ലാമ്പിൽ ഉപയോഗിച്ചിട്ടുള്ള ബൾബ് ഏതാണ്? LED ബൾബാണ് അല്ലേ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് LED ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ഹാവ്സ് ടു സേവ് എനർജി കൺസിഡറബിളി. എന്താണ്? നമുക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റും. LED ബൾബ്സ് റിക്വയർ ലെസ് എനർജി ദാൻ CFL. CFLിനേക്കാളും വെറും ലെസ് എനർജിയാണ് നമുക്ക് LED ബൾബിന് വേണ്ടത്. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ താഴെ പറയുന്നുണ്ട്, LED ഹാവ്സ് ടു സേവ് എനർജി കൺസിഡറബിളി. CFL റിക്വയർസ് ലെസ് എനർജി കമ്പയർഡ് ടു ഫിലമെന്റ് ലാമ്പ്. CFL വാസ് വൈഡ്ലി യൂസ്ഡ് ടിൽ റീസെൻ്റ്ലി. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് CFLകളാണ്.
ബട്ട് നോ ഡേയ്സ് CFL ഈസ് നോട്ട് എ കോമൺലി യൂസ്ഡ്. അല്ല, പണ്ട് ഉപയോഗിച്ചിരുന്നത് CFL ആണ്, പക്ഷേ ഇപ്പം എന്താണ്, ഇപ്പോൾ ഈസ് നോട്ട് കോമൺലി യൂസ്ഡ്. കോമൺ ആയിട്ട് നമ്മൾ CFL ഉപയോഗിക്കാറില്ല. LED ബൾബ്സ് റിക്വയർ ലെസ് എനർജി ദാൻ CFL. LED ബൾബ് CFLനേക്കാൾ എനർജി കുറവായതുകൊണ്ട് തന്നെ ന്യൂ ജനറേഷൻ LED ബൾബ്സ് ഹാവ് ഓൾസോ ബീൻ ഇൻവെൻറ്റഡ് റീസെൻ്റ്ലി. ഇൻക്വയർ അബൌട്ട് ദം. എന്താണ്, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് LED ബൾബുകളാണ്. CFL ബൾബുകൾ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ ഉപയോഗം കുറവാണ്. നമുക്ക് 3 ടൈപ്പുള്ള ബൾബുകളാണുള്ളത്. ഒന്ന് ഫിലമെൻറ്റ് ബൾബ്, 2 കോമ്പാക്ട് ഫ്ലൂറസെൻറ്റ് ലാമ്പ് അഥവാ CFL, നെക്സ്റ്റ് 1 ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അഥവാ LED. അപ്പോൾ ആദ്യകാലത്ത് ഫിലമെൻറ്റ് ബൾബുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അത് കുറഞ്ഞു CFL ആയി. ഇപ്പോൾ CFLും കുറഞ്ഞു, LED ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. ദെൻ LED module is an arrangement of more than one LED bulb in a strip. ഒരു സ്ട്രിപ്പിൽ ഒന്നിലധികം LED ബൾബുകൾ ക്രമീകരിച്ചിട്ടുള്ളതാണ് LED മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഡോണ്ട് യു ഹാവ് എ കണക്റ്റിംഗ് വയേഴ്സ്, LED മൊഡ്യൂൾ, 9V ബാറ്ററി ആൻഡ് എ കണക്ടർ ഇൻ യുവർ സയൻസ് കിറ്റ്. എന്താണ്, നിങ്ങളുടെ സയൻസ് കിറ്റിൽ ഇത്തരത്തിലുള്ള LED വയറുകളും അതുപോലെ തന്നെ കണക്റ്റിംഗ് വയറുകളും LED മൊഡ്യൂളും 9V ബാറ്ററിയും കണക്ടറും ഉണ്ടായിരിക്കും. ഇവ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഇത് ചെയ്യണം. ട്രൈ ടു ലൈറ്റ് അപ്പ് LED മൊഡ്യൂൾസ് യൂസിങ് ദ. ഡു ദിസ് എക്സ്പെരിമെൻറ്റ് ഇൻ യുവർ ഗ്രൂപ്പ് ആൻഡ് പ്രസൻറ്റ് ഇൻ ദ ക്ലാസ്. നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു എക്സ്പെരിമെൻറ്റ് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രോ ദ മോഡ് ഓഫ് കണക്ഷൻ ഇൻ യുവർ സയൻസ് ഡയറി. അതുപോലെ ഇതിൻ്റെ ആ ഒരു കണക്ഷനും നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഒന്ന് വരച്ച് ചേർക്കുക. ഹാവൻ യു ലൈറ്റൻ ദ LED ബൾബ്. എന്താണ്, നിങ്ങളുടെ LED ബൾബ് ലൈറ്റൻ ചെയ്തില്ലേ? റൈറ്റ് ഡൗൺ ദ ഇലക്ട്രിക് സോഴ്സ് ആൻഡ് ഇലക്ട്രിക് ഡിവൈസ് യൂസ്ഡ് ഫോർ ദിസ് അതർ ദാൻ ദ കണക്റ്റിംഗ് വയർ. അതിനായിട്ട് നിങ്ങൾ ഉപയോഗിച്ച വൈദ്യുത സ്രോതസ്, ഇലക്ട്രിക് സോഴ്സ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഡിവൈസ്, ഇതൊക്കെ എന്താണ്, ഏതെല്ലാമാണെന്ന് നിങ്ങളൊന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ഇലക്ട്രിക് സർക്യൂട്ട് എന്താണെന്ന് പറയുന്നുണ്ട്. ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ദാറ്റ് പാസസ് ഇലക്ട്രിസിറ്റി ഫ്രം ദ ഇലക്ട്രിക് സോഴ്സ് ടു എ ഡിവൈസ്. ഒരു ഡിവൈസിൽ നിന്ന് അതിൻ്റെ ഒരു വൈദ്യുത സോഴ്സിൽ നിന്ന് അതിൻ്റെ ഡിവൈസിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതും അതിനുള്ള ക്രമീകരണത്തെയാണ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയാം. എ സർക്യൂട്ട് റിക്വയർസ് അറ്റ് ലീസ്റ്റ് ആൻ ഇലക്ട്രിക് സോഴ്സ്, കണക്റ്റിംഗ് വയർ ആൻഡ് ഇലക്ട്രിക് ഡിവൈസ്. എന്താണ്, ഒരു സർക്യൂട്ടിന് നിർബന്ധമായിട്ടും എന്ത് വേണം, ഒരു ഇലക്ട്രിക് സോഴ്സ് ഉണ്ടായിരിക്കണം, ഒരു കണക്റ്റിംഗ് വയർ ഉണ്ടായിരിക്കണം, ഒരു ഇലക്ട്രിക് ഡിവൈസും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയുള്ളൂ. The next one, observe the following pictures. Part of certain circuits are presented in the pictures given below. താഴെ നമുക്ക് കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട്, അതൊന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സർക്യൂട്ട് 1, സർക്യൂട്ട് 2, സർക്യൂട്ട് 3 മൂന്നെണ്ണമാണ് തന്നിട്ടുള്ളത് അല്ലേ. വിൽ ദ ബൾബ് ഇൻ ദി സർക്യൂട്ട് ഗ്ലോ. എന്താണ്, ഇതിൽ ഈ സർക്യൂട്ടിൽ ഏതിലാണ് പ്രകാശം ഉണ്ടാവുക? വൈ, എന്തുകൊണ്ടാണ്? അനലൈസ് ദ പിക്ചേഴ്സ് ആൻഡ് റെക്കോർഡ് ഇൻ സയൻസ് ഡയറി. നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സർക്യൂട്ടിൽ ബൾബ് പ്രകാശിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രകാശിപ്പിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇത് പ്രകാശിക്കില്ല. ഇഫ് ദ സർക്യൂട്ട് ഈസ് നോട്ട് കംപ്ലീറ്റ്, കാരണം ഇത് കംപ്ലീറ്റ് അല്ല. ഇറ്റ്സ് ഓപ്പൺ സർക്യൂട്ട്. ഇലക്ട്രിക് ഡിവൈസ് ക്യാൻ വർക്ക് ഓൺലി ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ മാത്രമേ ഒരു ഇലക്ട്രിക് ഡിവൈസ് വർക്ക് ചെയ്യുകയുള്ളൂ. ഇവിടെ എന്താണ്, ഇതൊന്നും കംപ്ലീറ്റ് അല്ല, ഇതൊക്കെ ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ഇത് ഗ്ലോ ചെയ്യില്ല, ഇത് പ്രകാശിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ക്ലോസ്ഡ് സർക്യൂട്ട്, എന്താണ് ഓപ്പൺ സർക്യൂട്ട് എന്നുള്ളതാണ്. എ സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് വൺ ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്. ക്ലോസ്ഡ് വൺ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ആയിരിക്കും, എവിടെയും ഓപ്പൺ ആയിട്ട് കിടക്കില്ല. ഇഫ് ദ സർക്യൂട്ട് ഈസ് നോട്ട് കംപ്ലീറ്റ് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. അത് കംപ്ലീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഇലക്ട്രിക് ഡിവൈസസ് ക്യാൻ വർക്ക് ഓൺലി ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ മാത്രമേ ഒരു ഇലക്ട്രിക് ഡിവൈസ് വർക്ക് ചെയ്യുകയുള്ളൂ. ആർ ദ ഫോളോയിങ് സർക്യൂട്ട്സ് ക്ലോസ്ഡ് ഓർ ഓപ്പൺ. താഴെയുള്ളതിൽ ക്ലോസ് ആണോ ഇത് ഓപ്പൺ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അനലൈസ് ദ ഫിഗേഴ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. എന്നിട്ട് അതൊന്ന് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സർക്യൂട്ട് 1 എന്ന് പറയുന്നത് ഓപ്പൺ ആണ്, സർക്യൂട്ട് 2 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. ദ ബൾബ് ലൈറ്റ്സ് അപ്പ് ബിക്കോസ് ദ സെക്കൻഡ് സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ്. എന്താണ്, സെക്കൻഡ് സർക്യൂട്ടിൽ മാത്രമേ ബൾബ് പ്രകാശിക്കുകയുള്ളൂ, ഫസ്റ്റ് വണ്ണിൽ പ്രകാശം ഉണ്ടായിരിക്കില്ല, ലൈറ്റ് വരില്ല. വി യൂസ് ബൾബ്സ് ആൻഡ് ഫാൻ വൈൽ വി ആർ ഇൻ എ റൂം. എന്താണ്, നമ്മൾ ഈ റൂമിലിരിക്കുമ്പോൾ ബൾബും ഫാനൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ.
ദെൻ ആർ ദ സർക്യൂട്ട്സ് ഓഫ് ദ ബൾബ് ആൻഡ് ഫാൻ ക്ലോസ്ഡ് ഓർ ഓപ്പൺ. അപ്പോൾ ആ സമയത്ത് ഈ ബൾബിലെ സർക്യൂട്ടുകൾ ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡോണ്ട് യു ഹാവ് സ്വിച്ച് ഓഫ് ദ ബൾബ് ആൻഡ് ഫാൻ വെൻ യു ലീവ് ദ റൂം. നിങ്ങൾ റൂമിൽ നിന്നും പുറത്തു പോകുമ്പോൾ ബൾബും ഫാനൊക്കെ ഓഫ് ചെയ്യാറില്ലേ? ഹൗ ക്യാൻ വി മേക്ക് സർക്യൂട്ട്സ് ഓപ്പൺ ആൻഡ് ക്ലോസ് ആസ് റിക്വയർഡ്. എങ്ങനെയാണ് നമ്മൾ ആവശ്യമുള്ളപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുകയും അല്ലാത്തപ്പോൾ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? വി ആർ യൂസിങ് ദ സ്വിച്ച് അല്ലേ? ഒബ്സർവ് ദ പിക്ചർ. വാട്ട് അറേഞ്ച്മെന്റ് ഡു വി സീ ഇൻ ദ പിക്ചേഴ്സ് ടു ടേൺ ദ ബൾബ് ഓൺ ദ ഓഫ് വെനെവർ റിക്വയർഡ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്യാനും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റുന്ന എന്ത് ഡിവൈസാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? താഴെയുള്ള പിക്ചർ നോക്കൂ. എന്താണ്? സ്വിച്ച് ഉണ്ടല്ലേ? അപ്പോൾ അവിടെ സ്വിച്ച് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്വിച്ച് ഈസ് എ ഡിവൈസ് യൂസ് ടു മേക്ക് എ സർക്യൂട്ട് ക്ലോസ്ഡ് ഓർ ഓപ്പൺ വെൻ റിക്വയർഡ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അടയ്ക്കാനും സർക്യൂട്ടിനെ അടക്കാനും തുറക്കാനും ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ഈ സ്വിച്ച് ആണ്. എ സർക്യൂട്ട് ബിക്കംസ് ക്ലോസ്ഡ് വെൻ ദ സ്വിച്ച് ഈസ് ടേൺ ഓൺ. സ്വിച്ച് ടേൺ ഓൺ ചെയ്യുമ്പോൾ അവിടെ സർക്യൂട്ട് ക്ലോസ് ആവുകയും ഇറ്റ് ബിക്കംസ് ഓപ്പൺ വെൻ സ്വിച്ച് ഈസ് ടേൺ ഓൺ ഓഫ്. അത് ഓഫ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? ആ സർക്യൂട്ട് ഓപ്പൺ ആവുകയുമാണ് ചെയ്യുന്നത്. ക്യാൻ യു ഇൻക്ലൂഡ് എ സ്വിച്ച് ഓൾസോ ഇൻ ദ സർക്യൂട്ട് യു ഹാവ് മെയ്ഡ്. നിങ്ങൾ നേരത്തെ ചെയ്തില്ല, അതിലൊരു സ്വിച്ചും കൂടെ നിങ്ങളൊന്ന് ഇൻക്ലൂഡ് ചെയ്യാനാണ് പറയുന്നത്. ഇനി താഴെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് തന്നിട്ടുണ്ട്. ഓർഡിനറി സ്വിച്ച്, 2-way സ്വിച്ച്, ബെൽ സ്വിച്ച്, പുഷ് ബട്ടൺ സ്വിച്ച്, സ്ലൈഡിംഗ് സ്വിച്ച്, മെയിൻ സ്വിച്ച്, ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാരുടെ വീട്ടിൽ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലൊന്ന് നോക്കുക, എന്നിട്ട് ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അടുത്തത് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.